നിന്റെ വാഗ്ദത്തത്തെ മുരടിപ്പിക്കുന്ന, നിന്റെ വാഗ്ദത്തത്തിനകത്തേക്ക് കാലെടുത്ത് വെക്കുവാൻ കഴിയാതെ നിന്നെ പിടിച്ചു കെട്ടുന്ന സ്പിരിറ്റ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് ആത്മമണ്ഡലത്തിൽ അതിനെ ക്രോസ് ചില ഒറ്റപ്പെടികൾക്കകത്തു ചില ഭയങ്ങൾ നമുക്ക് വരാറുണ്ട്. ഒറ്റപ്പെട്ടു പോകുമ്പോൾ ആരുമില്ലല്ലോ എന്നുള്ള ഭയം. പത്മോസിന്റെ ദ്വീപിനകത്ത് യോഹന്നാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കൂടെ ആരുമില്ല, ഹല്ലേലൂയ, സഹായിക്കാൻ ആരുമില്ല. പക്ഷെ പത്മോസിന്റെ ദ്വീപിനകത്തേക്ക് കടത്തിവിട്ട തമ്പുരാൻ ഒരു കാര്യം എഴുതി ചേർത്തിട്ടുണ്ടാകുന്നു. യോഹന്നാനെ, നീ പത്മോസിന്റെ അകത്ത് ഒറ്റയ്ക്കല്ല. ആർക്കും വെളിപ്പെടാത്തൊരു റെവലേഷൻ, ആർക്കും വെളിപ്പെടാത്തൊരു റെവലേഷൻ തരാൻ ചില മേഖലയ്ക്കകത്ത് ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കിയതാ. ആർക്കും വെളിപ്പെടാത്ത ചില റെവലേഷൻ നിന്റെ അകത്തിടാൻ വേണ്ടി. അതുകൊണ്ട് ഈ പത്മോസിനകത്ത് നീ ഭയത്തോടെ ഇരിക്കണ്ട. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഭയത്തിന്റെ സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ ഈ പകൽ പോടണേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഭയത്തിന്റെ സ്പിരിറ്റിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നു. അനാവശ്യമായ ചില ഭയങ്ങൾ, അനാവശ്യമായ ചില ഭയങ്ങൾ പലപ്പോഴും നാളെ എങ്ങനെ സ്വർഗം പറയുന്നു, മാതാവേ, കെരീത്തിനകത്ത് നിന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ, കെരീത്തിനകത്ത് നിന്നെ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് സാധ്യത അടഞ്ഞാലും സാരാഫാത്തിന്റെ സാധ്യത തുറന്ന് ഒരു ഭയങ്കര സാന്നിധ്യം ഞാൻ കാണുകയാ. ഒരു അസാധാരണ ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ. അനാവശ്യ ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആവട്ടെ. ആരുമില്ലെന്നുള്ള ചില ഭയങ്ങൾ, ആരുമില്ലെന്നുള്ള ഒറ്റയ്ക്കായെന്നുള്ള കെരീത്തിനകത്ത് നീ ഒറ്റയ്ക്കല്ല. അതിന്റെ കൂടെ നിന്നെ കെരീത്തിനകത്ത് ഇരുത്തിയ ഒരു സാന്നിധ്യം, നിന്നെ കെരീത്തിനകത്തേക്ക് പറഞ്ഞൊരു സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാ. കെരീത്തിന്റെ സാധ്യത അടയുമ്പോ സാരാഫാത്തിന്റെ ഡോർ ഓപ്പൺ ആകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു അസാധാരണ സാന്നിധ്യം, ഒരു അസാധാരണ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള ആർക്കും വെളിപ്പെടാത്തൊരു റെവലേഷൻ. ഈ പത്മോസിനകത്ത് നിന്നെ എന്തിനാ കൊണ്ടുപോയെന്നറിയാമോ? എനിക്കൊരു ഒരു വെളിപ്പാട് അതിനകത്ത് വെച്ച് നിനക്ക് തരാനുണ്ട്. പത്മോസിനകത്ത് വെച്ച് നിനക്കൊരു വെളിപ്പാട്, നിനക്കൊരു വെളിപ്പാട്, നിനക്കൊരു വെളിപ്പാട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആരുടെയോ മേലൊക്കെ ആ വെളിപ്പാടിന് വീഴുകയാ. ആർക്കുമില്ലാത്ത ചില വെളിപ്പാട്, നിന്റെ കുടുംബത്തിൽ ആർക്കുമില്ലാത്ത വെളിപ്പാട്, നിന്റെ സഭയ്ക്കകത്ത് ആർക്കുമില്ലാത്ത വെളിപ്പാട്, നിന്റെ അയൽവക്കക്കാർക്കില്ലാത്ത വെളിപ്പാട് ഈ പകൽ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള സ്മോസിനകത്ത് നീ ഭയപ്പെടണ്ട. ഒറ്റയ്ക്കാണെന്നോർത്ത് ഹല്ലേലൂയ ഭയപ്പെടണ്ട.
ഇതിനകത്ത് വെച്ച് ദൈവത്തിന് എന്തോ നിന്നിൽ കൂടെ ചെയ്യാനുണ്ട്. ദൈവത്തിന് എന്തോ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാനുണ്ട്. നീ ഇരിക്കുന്ന സാഹചര്യത്തിനകത്ത് വെച്ച് നീ ഭാരപ്പെടണ്ട. ജോമോൻ ബ്രദറെ, ദൈവത്തിന് എന്തോ സംസാരിക്കാനുണ്ട്. ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ട്. നിന്റെ വീടിനകത്ത് എന്തോ പരിശുദ്ധാത്മാവ് ചെയ്യാൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില വീടിനകത്ത് എന്തൊക്കെയോ ഇന്ന് കർത്താവ് ചെയ്യുകയാ. പ്രതികരിക്കാൻ പറ്റുന്നവർ പ്രതികരിച്ചു തുടങ്ങിക്കോ. പ്രതികരിക്കാൻ പറ്റുന്നവർ പ്രതികരിച്ചു തുടങ്ങിക്കോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്നത് സംഭവിക്കുന്നു. ഒറ്റയ്ക്കാണെങ്കിൽ നീ പേടിക്കണ്ട. നിന്റെ സാഹചര്യത്തിനകത്ത് ഒറ്റയ്ക്ക് തുഴയുന്ന ആരെയോ ഞാൻ കാണുന്നു. എനിക്കറിയത്തില്ല, ചില പ്രതികൂലത്തിനകത്ത് ഒറ്റയ്ക്ക് ഈ തോണിയുടെ ഹല്ലേലൂയ, ഈ തോണി തുഴയുന്ന ആരൊക്കെയോ ഇന്ന് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. നിന്റെ വീടിന്റെ പ്രശ്നം, നിന്റെ തലമുറയുടെ പ്രശ്നം, നിന്റെ ഭാവിയുടെ പ്രശ്നം ഒറ്റയ്ക്ക് തുഴഞ്ഞു കൊണ്ടുപോകുന്ന ആരോ ഇന്ന് പകൽ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. സ്വർഗം അവരോട് പറയുന്നു, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച്, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച്, ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ അക്കരെ എത്തിക്കുമെന്ന്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ സ്വർഗം നിങ്ങളെ ആ മേഖലയിലേക്ക് കൊണ്ടുപോവുകയാ. എന്തിനാ ഭയപ്പെടുന്നേ? ഹല്ലേലൂയ. ഭയം പിശാചിന്റെ ഏറ്റവും വലിയൊരു കെണിയാ. ഭയം പിശാചിന്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാ. ഹല്ലേലൂയ. നിന്റെ അകത്ത് ഭയം ഇടുമ്പോൾ, ഹല്ലേലൂയ, ഒത്തിരി കുഞ്ഞുങ്ങൾ എന്റെ മുന്നിൽ നിന്നിരിക്കുന്നു. ഹല്ലേലൂയ. അനാവശ്യമായ ഭയം, ടെൻഷൻ. പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. എഴുതാനെല്ലാം റെഡിയാ. പക്ഷെ എവിടെ നിന്നോ ഹല്ലേലൂയ ഒരു ഭയം. ഞാൻ പഠിക്കുന്നത് ശരിയാണോ? ഞാൻ എഴുതുമ്പോൾ ജയിക്കുമോ? എനിക്കത് കിട്ടുമോ? എന്റെ ഭാവിയുടെ വഴി തുറക്കുമോ? രാജ്യത്തിന്റെ ഉറവകൾ എനിക്ക് തുറക്കുമോ? ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ ഞാൻ അതിനെ പൊട്ടിക്കുന്നു. എനിക്കറിയത്തില്ല, ചില ഹല്ലേലൂയ ഭയപ്പെടുന്ന ദുരാത്മ മണ്ഡലങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ശരീരത്തിനകത്ത് നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകുന്നു. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധൈര്യത്തോടെ ഇന്ന് കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയട്ടെ. ആമേൻ, ഹല്ലേലൂയ. അല്പസമയത്ത് വചന ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. 1 ശമൂവേൽ. ആമേൻ. 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 ഹല്ലേലൂയ. ഹന്ന പറയുന്ന ഒരു പദമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. ഒന്ന് പറഞ്ഞാട്ടെ, എൻ്റെ ഹൃദയം. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ കൊമ്പ് യഹോവയിൽ ഉയർന്നിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. എവിടെയാ ഉയർന്നിരിക്കുന്നത്? യഹോവയിൽ. ആമേൻ. മനുഷ്യരുടെ മുന്നിലല്ല, സാധ്യതയുടെ മുന്നിലല്ല, നിന്റെ സാഹചര്യത്തിന്റെ മുന്നിലല്ല, നിന്റെ കയ്യിലെ ഡിഗ്രിക്ക് മുന്നിലല്ല, യഹോവയുടെ മുന്നിൽ.
ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ സകലത്തിന്റെയും അടുത്തുയർന്നിരുന്നാൽ ഒരുപക്ഷെ കൊമ്പ് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, കൊമ്പ് താണു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ യഹോവയിലാണ് നിന്റെ കൊമ്പ് ഉയർന്നിരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, ഒരിക്കലും അത് താഴാതെ, ഒരിക്കലും അത് താണു പോകാൻ എന്റെ ദൈവം നിന്നെ അനുവദിക്കുന്നില്ല. ഈ പകൽ നിങ്ങൾ വായി തുറന്ന് പറയണമേ, എന്റെ കൊമ്പ് യഹോവയിൽ ഉയർന്നിരിക്കുന്നു. ആമേൻ. എന്റെ കൊമ്പ് യഹോവയിൽ ഉയർന്നിരിക്കുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് കൊമ്പൊന്ന് ഉയർന്നിരിക്കണമെന്ന്? എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എപ്പോഴും ഒരു സ്റ്റെപ്പ് ഉയർന്നിരിക്കണം. ആമേൻ. താഴെ പോകാൻ ആർക്കും ഇഷ്ടമില്ല. ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? ഇല്ല. ഉയർന്നിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ട്, സാധ്യതകൾ കൊണ്ടൊക്കെ കൊമ്പ് എവിടേക്കോ താണ് കിടക്കുന്ന പലതിനെയും സ്വർഗം ഇന്ന് പറയുകയാണ്, ഞാൻ ആ കൊമ്പിനെ ഉയർത്താൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ഞാൻ ആ കൊമ്പ് ഉയർത്താൻ തുടങ്ങുകയാ. നിന്റെ സാഹചര്യം പറയും കൊമ്പ് ഉയരത്തില്ല. നിന്റെ സാധ്യത പറയൂ കൊമ്പ് ഉയരത്തില്ല. നിന്റെ വിദ്യാഭ്യാസം കൊണ്ട് നോക്കിയാൽ കൊമ്പ് ഉയരാൻ സാധ്യതയില്ല. നിന്റെ കുടുംബത്തിന്റെ സാധ്യത കൊണ്ട് നോക്കിയാൽ നിനക്ക് ഉയരാൻ സാധ്യതയില്ല. പക്ഷെ സ്വർഗത്തിലെ കമ്പരം പറയുകയാ, കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഞാൻ നിന്റെ കൊമ്പിനെ ഉയർത്തും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൊമ്പ് ഉയർത്താൻ കഴിയാതെ നിന്നെ പിടിച്ചു കെട്ടിയിരിക്കുന്ന ആ സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് അഴിയാൻ തുടങ്ങുകയാ. കൊമ്പ് ഒരു തരത്തിലും ഉയർത്താൻ പറ്റുന്നില്ല. പലപ്പോഴും നീ ശ്രമിക്കുന്നുണ്ട് കൊമ്പൊന്ന് ഉയർത്തണമെന്ന്. പക്ഷെ ഒരു തരത്തിലും നീ വിചാരിച്ചിട്ട് കഴിഞ്ഞ 11 മാസവും നിനക്ക് ഉയർത്താൻ പറ്റിയില്ലേ? കഴിഞ്ഞ 11 മാസവും ആ കൊമ്പ് ഒന്ന് ഉയർത്താൻ നടന്നില്ലേ? സ്വർഗം പറയുകയാണ്, ഈ 12ാം മാസം പൂർത്തിയാകുന്നതിന് മുന്നേ ഈ ദൂത് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ, പ്രതികരിക്കാമെങ്കിൽ ദൂതിന് പ്രതികരിക്കാം. ഈ 12ാം മാസം പൂർത്തിയാകുന്നതിന് മുന്നേ നിന്റെ കൊമ്പിനെ എന്റെ ദൈവം ഉയർത്തുന്നു. ഈ ദൂതിനോട് എത്ര പേർക്ക് പ്രതികരിക്കാൻ പറ്റുന്നുണ്ട്? ഈ ദൂതിനെ എത്ര പേർക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്? പറഞ്ഞോ, എന്റെ കൊമ്പ് ഉയരാൻ തുടങ്ങുകയാ. എന്റെ കൊമ്പ് ഉയരാൻ തുടങ്ങുകയാ. എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുകയാ. എന്റെ കൊമ്പിനെ എന്റെ ദൈവം ഉയർത്തുകയാ. എന്റെ കൊമ്പ് ഉയരാൻ നീ ഇത്രയും നാൾ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് നടക്കാത്തത്, ഒറ്റയ്ക്ക് നീ പലപ്പോഴും കൊമ്പൊന്ന് ഉയർത്താൻ നോക്കി. പക്ഷെ ഇന്ന് വരെ നിനക്കത് നടന്നില്ലെങ്കിൽ ഇന്ന് ഈ സാന്നിധ്യം നിന്റെ കൊമ്പിനെ, ഈ സാന്നിധ്യം നിന്റെ കൊമ്പിനെ, ഈ സാന്നിധ്യം നിന്റെ കൊമ്പിനെ ഉയർത്താൻ തുടങ്ങുകയാ. എന്ന് വെച്ചാ നിന്റെ തലയെ നീ അനുഭവിക്കുന്ന ഈ സാന്നിധ്യമില്ലേ, നീ അനുഭവിക്കുന്ന നിയോഗമില്ലേ, നീ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം നിന്നെ ഉയർത്താൻ തുടങ്ങുന്നത്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭയങ്കര ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ്. ഇത് പറഞ്ഞ വ്യക്തിയുടെ ഒരു അവസ്ഥ നമുക്കെല്ലാം അറിയാം. ഇത് പറഞ്ഞൊരു വ്യക്തി. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാലും പറഞ്ഞ അധ്യായം ആരംഭിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ അധ്യായം ആരംഭിക്കുന്നത് ഇത് പറയാൻ ഒരു സാധ്യതയും ഇല്ലാഞ്ഞ വ്യക്തിയായി, ഇത് പറയാൻ ഒരു സാഹചര്യവും ഇല്ലാത്തൊരു വ്യക്തിയാ ഈ സഹോദരി. ഹല്ലേലൂയ. പക്ഷെ അവൾ പറയുകയാണ്, സാന്നിധ്യത്തിനകത്ത് പോയി വിടുതൽ അനുഭവിച്ച ഹന്ന പറയുകയാ, എന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർത്തിയ ഒരു കർത്താവുണ്ട്. എന്റെ കൊമ്പ്
ബഹുമാനത്തോടെ എന്റെ കൊമ്പിനെ ബഹുമാനത്തോടെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. ഈ പകലിന് നിങ്ങളോടൊരു പ്രവചന ശബ്ദം പറയുകയാണ്. നീ വീട്ടിനകത്തേക്ക് മടങ്ങി ചെല്ലുന്നതിന് മുന്നേ ഇത് പറയാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇത് പറയാൻ എത്ര പേര് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ സാന്നിധ്യത്തെ എത്ര പേര് കൊതിക്കുന്നുണ്ട്? ആ സാന്നിധ്യത്തെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എന്റെ കൊമ്പിനെ ഉയർത്തുന്ന ദൈവ സാന്നിധ്യം. നിന്റെ സാധ്യത ഒരു പ്രശ്നമല്ല, നിന്റെ സാഹചര്യം ഒരു പ്രശ്നമല്ല. ഹല്ലേലൂയ. നിന്റെ കൊമ്പ് ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കൊമ്പ് ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ ഏതെല്ലാം സാധ്യതകളും സാഹചര്യങ്ങളും അടയപ്പെട്ടാലോ, ഒരുപക്ഷെ നീ ചെന്ന് നിൽക്കുന്ന സകല ഡോറുകളും നിന്റെ മുന്നിൽ കൊട്ടി അടച്ച് ലോക്കിട്ടാലോ, ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള, നിനക്ക് വേണ്ടി അത് തുറക്കാൻ കഴിവുള്ള, നിനക്ക് വേണ്ടി അത് വെളിപ്പെടുത്താൻ കഴിവുള്ള ആ സാന്നിധ്യം ഇന്നത് തുറക്കുന്നു. അധികമായി അധികമായി നീ സാന്നിധ്യം വേണമേ, അധികമായി അധികമായി നീ സാന്നിധ്യം വേണമേ, അധികമായി അധികമായി സാന്നിധ്യം വേണമേ, അധികമായി അധികമായി സാന്നിധ്യം വേണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാവരും എനിക്കറിയത്തില്ല പരിശുദ്ധക്കാരോട് പ്രവചിക്കുന്നേ, ചില സാഹചര്യങ്ങൾ, ചില സാധ്യതകൾ നിനക്ക് വേണ്ടി തുറക്കുകയാകട്ടോ. ഇന്ന് പകൽ നീ വീടിനകത്ത് കടന്നു ചെല്ലുന്നതിന് മുന്നേ, ഇന്ന് പകൽ നീ വീടിനകത്ത് മടങ്ങി ചെല്ലുന്നതിന് മുന്നേ നിനക്ക് വേണ്ടി ചില ദൈവപ്രവൃത്തി, നിനക്ക് വേണ്ടി ചില ദൈവപ്രവൃത്തി കൂടാരത്തിനകത്തില് വെയിറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ കഴിയുന്നവർ, അതിനെ പ്രാപിക്കുവാൻ മനസ്സുള്ളവർ, അതെടുക്കുവാൻ പ്രാപ്തിയുള്ളവർ. ഓ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. രണ്ട് സഹോദരിമാർ ഒരുമിച്ച് ഒരു വീടിനകത്ത് താമസിക്കുകയാണ്. രണ്ട് സഹോദരിമാർ. ഹല്ലേലൂയ. ഒരു സഹോദരിക്ക് തലമുറയുണ്ട്, ഒരു സഹോദരിക്ക് തലമുറയില്ല. ഹല്ലേലൂയ. രണ്ട് സഹോദരിമാരുടെ ഒരു അവസ്ഥ. ആമേൻ. ഹല്ലേലൂയ. ഒരു വീട്ടിൽ ഇങ്ങനെ അനുഭവത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് സഹോദരിമാര്. ആമേൻ. ഹല്ലേലൂയ. ഭയങ്കര വേദന. ഇവിടെ ഭർത്താവ് ഭയങ്കര സപ്പോർട്ടാണ്. ഹല്ലേലൂയ. പക്ഷേ നന്മയും തലമുറയും ഒക്കെ ഉള്ള പെനീന ഇവളെ ഇങ്ങനെ ഹല്ലേലൂയ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗം എന്ന് പറയുന്നു, നിന്നെ കുത്തി നോവിപ്പിക്കുന്ന ചില പ്രശ്നങ്ങളില്ലേ, നിന്നെ നൊമ്പരപ്പെടുത്തുന്ന ചില പ്രശ്നങ്ങൾ, നിന്നെ ഞെരിക്കുന്ന ചില പ്രശ്നങ്ങൾ, നിനക്ക് സങ്കടമുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ, ഇന്ന് സ്വർഗം അതിനകത്തൊരു ഡീല് ചെയ്യാൻ തുടങ്ങുകയാ. നിന്റെ പ്രശ്നത്തെ കർത്താവ് ഡീല് ചെയ്യാൻ തുടങ്ങുകയാ. ആരുടെയോ വിഷയത്തെ ഇന്ന് കർത്താവ് ഡീല് ചെയ്യുകയാ. ആരുടെയോ വിഷയത്തെ കർത്താവ് ഇന്ന് സെറ്റിലാക്കുകയാ. ഹല്ലേലൂയ. എൽക്കാനയ്ക്ക് സെറ്റിലാക്കാൻ പറ്റത്തില്ല. എൽക്കാനയ്ക്ക് ഹല്ലേലൂയ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൽക്കാനയ്ക്ക് സെറ്റിലാക്കാൻ പറ്റാത്തത് ഉയരത്തിലെ കർത്താവ്. ഓ റബബല ധാരബല ബാലബല. ഹല്ലേലൂയ. എൽക്കാനയ്ക്ക് കൊടുക്കാം, ഈ പെനീനയ്ക്കും തന്റെ മക്കൾക്കും കൊടുക്കുന്നതിന് ഇരട്ടി ഓഹരി
ആമേൻ. ഹല്ലേലൂയ. ഹന്നയ്ക്ക് കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കുന്നുണ്ട്. കാരണം ഹല്ലേലൂയ, ഇദ്ദേഹം ചിന്തിക്കുന്നത് ഇവൾ ആ വിഷമമൊന്നും മനസ്സ് അറിയരുത്, ഇവൾ സങ്കടപ്പെടരുത്, ഇവൾക്ക് വിഷമം ഉണ്ടാകരുത്. പെനീനയ്ക്ക് കൊടുക്കുന്നതിലും കൂടുതലൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കൊണ്ട് ഇവളുടെ സങ്കടം മാറുന്നില്ല. ഹല്ലേലൂയ. ഹന്നയ്ക്കും ഹല്ലേലൂയ, ഹന്നയുടെ അകത്ത ഹൃദയത്തെ, ആ ഹന്നയുടെ അകത്ത വേദനയെ എൽക്കാനയ്ക്ക് മനസ്സിലാകാൻ പറ്റിയില്ലെങ്കിലും ഉയരത്തിലെ തമ്പുരാന് മനസ്സിലായി. നിന്റെ അകത്ത വേദന നിന്റെ കൂടെയുള്ള ആർക്കും മനസ്സിലാകാൻ പറ്റത്തില്ല. നിന്റെ കൂടെ നടക്കുന്നവർക്ക് മനസ്സിലാകാൻ പറ്റത്തില്ല. നിന്റെ ഭാര്യയ്ക്ക് മനസ്സിലാകാൻ പറ്റത്തില്ല. നിന്റെ ഭർത്താവിന് മനസ്സിലാകാൻ പറ്റത്തില്ല. നിന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റത്തില്ല. പക്ഷെ നിന്നെ മനസ്സിലാക്കുന്ന ഒരു കർത്താവ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗ്ഗം ഇന്ന് നിങ്ങളെ മനസ്സിലാക്കുകയാ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിന്റെ വേദനയെ മനസ്സിലാക്കുക, നിന്റെ സങ്കടത്തെ മനസ്സിലാക്കുക. സ്വർഗ്ഗം എന്നോട് പ്രവചിക്കുന്ന കുഞ്ഞ്, നിന്നെ മനസ്സിലാക്കുന്ന ഒരു കർത്താവ്. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയാം. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നീ ഇന്ന് ഇതിനകത്ത് ഇരിക്കുന്നത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് നിന്റെ ലൈഫിനകത്തിരിക്കുന്നത് എന്തോ ഒന്ന്, നിന്റെ വിഷയത്തെ തമ്പുരാൻ ഡീല് ചെയ്യുന്നത്. നിന്റെ പേരൻസിന് മനസ്സിലാക്കാൻ പറ്റാത്തത്, നിന്റെ കൂടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, നിന്റെ ഹോസ്റ്റൽ റൂമിനകത്ത് നിന്റെ കൂടെ നടക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ നിന്നെ സ്വർഗ്ഗം ഇന്ന് മനസ്സിലാക്കുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്തോ നിന്റെ മേൽ ഭയങ്കര ഒരു നിയോഗം വീഴുന്ന ഞാൻ കാണുന്നു. നിന്റെ മേൽ ഭയങ്കര ഒരു നിയോഗം. യേശുവിന്റെ അധികാരം ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന് കൊടുക്കാൻ ഇതേ പറ്റത്തുള്ളൂ. പക്ഷെ അവളുടെ സങ്കടം എന്താണെന്ന് കണ്ടുപിടിച്ച്, അവളുടെ ആവശ്യം എന്താണെന്ന് കണ്ടുപിടിച്ച്, ഓ ഹല്ലേലൂയ, അതിനുള്ള റിസൾട്ട് തരാൻ ഭൂമിയിലെ ആർക്കും പറ്റിയില്ലെങ്കിലോ ഈ പകൽ നിന്റെ സങ്കടത്തെ കണ്ടുപിടിക്കുന്ന പരിശുദ്ധമാവരോട് പറയുന്നു, നിന്റെ ഈ സങ്കടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന്, നിന്റെ വിഷമത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇന്ന് തമ്പുരാൻ കണ്ടുപിടിക്കുകയാ. അതിന്റെ കാരണം നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകാറുണ്ട്, ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്യും. നമ്മുടെ അകത്തെ രോഗത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാതെ അതിന്റെ ചികിത്സിച്ചിട്ട് കാര്യമുള്ളൂ. അതുവരെ എന്തെല്ലാം മെഡിസിൻ കഴിക്കാവോ അതൊക്കെ നമ്മൾ കഴിക്കും. എവിടെല്ലാം ഹോസ്പിറ്റൽ ഉണ്ടോ അവിടെ എല്ലാം പോകും. പക്ഷെ ഒന്നുകൊണ്ടും നമുക്ക് കുറയത്തില്ല. പക്ഷെ നമ്മുടെ അകത്തെ അസുഖം എന്താണെന്ന് അതിന്റെ ഹല്ലേലൂയ യഥാർത്ഥമായ കാരണം കണ്ടുപിടിച്ച് അതിനു വേണ്ടുന്ന മെഡിസിൻ കൊടുത്താൽ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ശരീരത്തിന് പിന്നെ അത് കാണുമോ? ഇല്ല. ഇതുപോലെ ഹല്ലേലൂയ എൽക്കാന ഹല്ലേലൂയ ഹന്നയ്ക്ക് കുറച്ച് ഇരട്ടിയായിട്ട് അളന്നൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും ഇവർ ആലയത്തിൽ പോകും, വഴിപാടുകളൊക്കെ കഴിക്കും. ഹല്ലേലൂയ
തിന്ന് കുടിച്ച് ഹല്ലേലൂയ സന്തോഷമായിട്ടിരിക്കും. പെനീന ഭയങ്കര സന്തോഷത്തിലാ, കാരണം അവർക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. പക്ഷെ എല്ലാവരും ആ സന്തോഷം അനുഭവിക്കുമ്പോൾ ഹല്ലേലൂയ സന്തോഷം പൂർണ്ണമായി അനുഭവിക്കുവാൻ കഴിയാതെ, സന്തോഷം പൂർണ്ണമായി അനുഭവിക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ നിരാശയിൽപ്പെട്ട് ആലയത്തിനകത്തേക്ക്, സാന്നിധ്യത്തിനകത്തേക്ക് ഒരു സഹോദരി ഓടിച്ചെന്ന് ഹല്ലേലൂയ കയറുകയാ. ഇന്ന് ഞാൻ പറയട്ടെ, ആലയത്തിന്റെ സാന്നിധ്യത്തിനകത്തേക്ക് കയറാൻ നീ മനസ്സ് കാണിച്ചാൽ, ആലയത്തിന്റെ സാന്നിധ്യത്തിനകത്തേക്ക് കയറാൻ നീ മനസ്സ് കാണിച്ചാൽ ഹല്ലേലൂയ നിന്റെ കൊമ്പിനെ തമ്പുരാൻ ഉയർത്തൂ, നിന്റെ കൊമ്പിനെ തമ്പുരാൻ ഉയർത്തൂ. ഹല്ലേലൂയ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഏതെങ്കിലുമൊക്കെ പ്രതികൂലത്തിനകത്ത്, ഏതെങ്കിലുമൊക്കെ സങ്കടത്തിനകത്താണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് സ്വർഗം പറയുകയാണ്, നിന്റെ കൊമ്പിനെ ഞാൻ ഉയർത്താൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. ആലയത്തിൽ ചെന്ന് വീണ് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, വീണ് കിടന്ന് നിലവിളിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇവക്ക് മാത്രം അറിയാവുന്ന ഒരു ദുഃഖം, ഇവളുടെ മാത്രം സങ്കടം. ഹല്ലേലൂയ. അവിടെയുള്ള പുരോഹിതൻ പറഞ്ഞു, നീ കുടിച്ച മദ്യത്തിന്റെ വീര്യം ഇറങ്ങിയിട്ട്, അതിന്റെ ലഹരി മാറിയിട്ട് നീ വാ. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? വായി തുറന്ന് ഇവർക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നില്ല. ചില സങ്കടങ്ങൾ ഇങ്ങനെ ഹല്ലേലൂയ ചുണ്ടുകൾ ചലിപ്പിക്കാനേ ഇവക്ക് കഴിയുന്നുള്ളൂ. ഈ പകൽ ഞാൻ പറയട്ടെ, ഹൃദയം പൊട്ടിയ വേദനയുമായിട്ട്, കവിഞ്ഞൊഴുകുന്ന കണ്ണുനീരുമായിട്ട്, കണ്ണു നിറഞ്ഞ് ധാരധാരയായി ഒഴുകുന്ന അവസ്ഥയിലൂടെ ഇതിനകത്ത് നീ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ മനസ്സിലാക്കുന്ന ഒരു കർത്താവ്, നിന്നെ അറിയുന്ന ഒരു കർത്താവ്, നിന്റെ സങ്കടത്തെ കാണുന്ന ഒരു കർത്താവ്, നിന്റെ നിലവിളിയെ കേൾക്കുന്ന ഒരു കർത്താവ്. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച്, കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച്, പ്രതികരിക്കാമെങ്കിൽ നന്നായി പ്രതികരിക്കുക. നിന്നെ കാണുന്ന ഒരു കർത്താവ്, യേശുവിന്റെ നാമത്തിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ജനത്തിന് മേൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആലയത്തിൽ ചെന്നപ്പോൾ ആലയത്തിലെ പാസ്റ്റർ പറഞ്ഞു, നീ കുടിച്ച മദ്യത്തിന്റെ കെട്ടൊക്കെ ഇറങ്ങിയിട്ട് വാ. കാരണം ചില സങ്കടമൊക്കെ വരുമ്പോ നമുക്ക് ചുണ്ടനക്കി കരയാനേ പറ്റത്തുള്ളൂ. കാരണം ഈ സങ്കടത്തിന്റെ കാഠിന്യം കൂടുമ്പോ അമ്മേ ഹല്ലേലൂയ കരച്ചില് നമുക്ക് വാവിട്ട് ഒരു പക്ഷേ ഹല്ലേലൂയ പറഞ്ഞൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയധികം സങ്കടമാണ്. കാരണം തന്റെ ഹല്ലേലൂയ കൂട്ടു സഹോദരി വീടിനകത്ത് കിടന്ന് തന്നെ ഇങ്ങനെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാ. ചില പ്രശ്നങ്ങൾ ഇങ്ങനെ നിന്നെ പിശാച് ഞെരുക്കുന്നില്ലേ? ഹല്ലേലൂയ പിശാച് നിന്നെ ഞെരുക്കുന്ന ചില പ്രശ്നങ്ങൾ ഇന്ന് സ്വർഗം പറയുക, അതിന് ഞാൻ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാ. പിശാച് നിന്നെ ഞെരുക്കി കളയുന്ന വിഷയത്തിനകത്ത് ഈ പകൽ ഫുൾ സ്റ്റോപ്പ് വീഴുകയാ. ഹല്ലേലൂയ. ഇവിടെ വന്ന് നീ ഇന്ന് നിലവിളിച്ചില്ലേ? ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാ. ഹല്ലേലൂയ. അടുത്ത മാസം ഈ ദിവസം കഴിയുന്നതിന് മുന്നേ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവശക്തി, ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ, ഒരു അസാധാരണ ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ. ഈ സഹോദരി പറഞ്ഞു, ഹല്ലേലൂയ. എന്റെ ഭാഷയിലങ്ങ് പറയടേ, പാസ്റ്ററേ ഹല്ലേലൂയ, ഞാൻ വീഞ്ഞു കുടിച്ചിട്ടില്ല, ഞാൻ മദ്യം കഴിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്റെ അകത്ത് ഒരു സങ്കടമുണ്ട്, ആർക്കും പരിഹരിക്കാൻ പറ്റാത്തൊരു സങ്കടം. ആർക്കും പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയം, ആർക്കും ഹല്ലേലൂയ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു വിഷയം. എന്തോ പരിശുദ്ധൻ അവനോട് പ്രവചിക്കുന്നേ, ആർക്കും പരിഹരിച്ച് തരാൻ പറ്റാത്ത ഹല്ലേലൂയ ചില വിഷയങ്ങളുമായി ഇതിനകത്ത് കയറി വന്ന 3 പേരെ പരിശുദ്ധന്മാർ കാണുന്നു. നിങ്ങളോട് സംസാരിക്കുമ്പോ ഈ ദൂതിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചോടെ. ഹല്ലേലൂയ. സ്വർഗ്ഗമനോട്
പ്രവചിക്കുന്നേ, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തെ സ്വർഗം നിനക്ക് വേണ്ടി പരിഹരിക്കുകയാ. സ്വർഗം നിനക്ക് വേണ്ടി പരിഹരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ റേച്ചലാറ്റി സ്വീകരിച്ചോ. ഇത് നിങ്ങളോടുള്ള ദൂത, അത് നിങ്ങളോടുള്ള ദൂത. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. നീ പലയിടത്ത് ചെന്നിട്ട്, നീ പല വഴികളിൽ മുട്ടിയിട്ട്, നീ പല ഡോറുകളിൽ മുട്ടിയിട്ട് അവർക്കാർക്കും പരിഹാരം തരാൻ പറ്റിയില്ല, അവർക്കാർക്കും മറുപടി തരാൻ പറ്റിയില്ല. സ്വർഗം നിന്നോട് പറയുകയാ, കുഞ്ഞെ ഇന്ന് പകൽ നിന്റെ റിസൾട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ആ വിഷയത്തെ സ്വർഗത്തിലെ ദൈവം പരിഹാരം വരുത്താൻ തുടങ്ങുകയാണ്. നിന്റെ കൂടെയുള്ളവർക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. നിന്റെ അയൽക്കാർക്ക് പരിഹാരം തരാൻ പറ്റത്തില്ല, നിന്റെ ഭർത്താവിന് പരിഹാരം തരാൻ പറ്റത്തില്ല. പക്ഷെ സ്വർഗം പറയുന്നു, നിനക്ക് ഞാൻ പരിഹാരം തരാം. ഹല്ലേലൂയ. ആലയത്തിനകത്തേക്ക് വരേണ്ട ഒരു സമയമേ നിനക്കുള്ളൂ. അല്ലെങ്കിൽ സാന്നിധ്യത്തിനകത്തേക്ക് കയറിയിരിക്കേണ്ട സമയമേ നിനക്ക് വേണ്ടൂ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ ഞാൻ ഇറങ്ങി പറഞ്ഞ, നീ പ്രാർത്ഥനാ മുറിക്കകത്ത് എഴുന്നേറ്റ് മടക്കുന്നതിന് മുന്നേ നിന്റെ തലമുറയ്ക്ക് വേണ്ടത്, നിന്റെ കുടുംബത്തിന് വേണ്ടത് സ്വർഗം ഈ പകൽ നിനക്ക് വേണ്ടി തുറക്കുന്നു. തിരിച്ചറിയുന്നവർ ഹല്ലേലൂയ. പുരോഹിതൻ പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ മനോവ്യസനത്തിനുള്ള പരിഹാരം അടുത്ത ആണ്ട് ഈ നേരമാകുമ്പോ അന്നയോട് പ്രവചനം പറഞ്ഞെങ്കിൽ ഞാൻ നിങ്ങളോട് കുറച്ചുകൂടെ ഇറങ്ങി പറയുകയാണ്. അടുത്ത മാസം ഈ ആദ്യത്തെ ശനിയാഴ്ചക്ക് മുന്നേ എന്റെ വീടിനകത്ത് ഒരു അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ, എന്റെ വീടിനകത്ത് ഒരു അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ, എന്റെ വീടിനകത്ത് ഒരു അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സ്വീകരിച്ചു തുടങ്ങിട്ടോ. എന്തൊക്കെയോ വീടിനകത്ത് വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നു. ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ചില മേഖലയിൽ സ്വർഗത്തിന്റെ കരം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ഭയങ്കര ദൈവശക്തി, ഒരു ദൈവശക്തി വെളിപ്പെടുന്നു. ഒരു ദൈവ സാന്നിധ്യം, ഒരു ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ഒരു അസാധാരണ സാന്നിധ്യം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. രോഗത്തിന്റെ സ്പിരിറ്റുകൾ നാടുകളായി നിന്നെ കെട്ടിയിട്ട രോഗത്തിന്റെ സ്പിരിറ്റ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഈ ശരീരത്തിനകത്ത് തൊടുന്നല്ലോ ഭയങ്കര ദൈവ സാന്നിധ്യം. യേശുവിന്റെ നാമത്തിൽ ഒരു അസാധാരണ ദൈവ സാന്നിധ്യം റിലീസ് ആകട്ടെ. ഒരു അസാധാരണ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തുറന്നു വരുന്നു. ഒരു അസാധാരണ വളർച്ച യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ചില കാര്യങ്ങളെ കർത്താവ് ഡീൽ ചെയ്യുന്നു. ചില കാര്യങ്ങളെ കർത്താവ് ഡീൽ ചെയ്യുന്നു. നാട്ടുകാരും വീട്ടുകാരും ചാർച്ചക്കാരും തള്ളിയ ചില വിഷയത്തിനകത്ത് സ്വർഗമെന്നോട് പറയുന്നു, ആലയത്തിനകത്ത് നിറങ്ങിയ ഹന്നായുടെ മുഖം വാടിയില്ലെന്ന് ഈ പകലിന്റെ മുഖത്തെ ദൈവം ആദരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള ഒരു പകർച്ച, ഒരു ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ, ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ, ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ.
കരമടിച്ച് യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗം ചിലത് തുടങ്ങുകയാ. ഹല്ലേലൂയ. എവിടൊക്കെയോ എവിടൊക്കെയോ ഹല്ലേലൂയ ദൈവം ചിലത് യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ തുറക്കുന്നു. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അറിയാവുന്നവരെല്ലാം വരി എന്ന് പാടിക്കേ. എത്ര മധുരമേ ഇത് സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ. നടക്കത്തില്ലെന്ന് പറയുന്നു, അവിടെ ദൈവം ചിലത് ആരംഭിക്കാൻ തുടങ്ങൂ. പിശാച് എവിടെ തീർന്നെന്ന് പറയുന്നു, പിശാച് എവിടെ ഞാൻ അടച്ചെന്ന് പറയുന്നു, ഇവിടെ ഉദരം ഞാൻ അടച്ചെന്ന് പിശാച് പറയൂ, സ്വർഗം പറയൂ ഇല്ല. ഇവിടെ ഉദരത്തിനകത്തു നിന്ന് അടുത്ത ഒരു നിയോഗത്തെ ചുമക്കണ്ട അഭിഷക്തൻ പുറത്തു വരുന്നു. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിശാച് എവിടെ അവസാനിച്ചെന്ന് പറയുന്നിടത്ത്, പിശാച് എവിടെ അവസാനിച്ചെന്ന് പറയുന്നിടത്ത് ദൈവത്തിന്റെ കൂടാരത്തിനകത്ത് എന്തൊക്കെയോ ആരംഭിക്കുന്നു. പ്രതിയോഗി പറയൂ ഉദരം അടഞ്ഞു, പിശാച് പറയൂ ഇല്ല ഉദരം അടഞ്ഞു, ലോകം പറയൂ ഉദരം അടഞ്ഞു, സ്വർഗം പറയൂ അടുത്ത പ്രവാചകൻ അവളുടെ ഉദരത്തിനകത്തു നിന്ന്. ഓ ഭയങ്കര സാന്നിധ്യം നീ സ്വീകരിച്ചോ. നിന്റെ മേൽ ഭയങ്കര നിയോഗം വീഴുന്നു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എന്തോ നിന്റെ മേൽ ഭയങ്കര ഒരു നിയോഗം, നിന്റെ മേൽ ഭയങ്കര ഒരു യേശുവിന്റെ നാമത്തിൽ ചരിത്രം തിരിയുന്നത് പോലെ നിന്നെ ഇന്ന് പരിശുദ്ധനാമം പുറത്തെടുക്കുന്നു. ഓ ഒരു ഭയങ്കര നിയോഗം. എനിക്കറിയത്തില്ല കുഞ്ഞെ, പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു, അടുത്തൊരു ജനറേഷനെ ചുമക്കണ്ട, അടുത്തൊരു ജനറേഷന് കൈത്താങ്ങലാകാൻ പോലെ നിലയിൽ നിന്റെ അഭിഷേകത്തെ ഭയങ്കര ശക്തി തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ റാബാ ബാബാ ബാബാ ഓ റാബാ 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 ഓ റാബാ ലഗലഗസിയ ഒത്തിരി ദൂരത്ത് നോടിയാ വന്നേ. പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, പിശാച് എവിടെ അസ്തമിച്ചെന്ന് പറയുന്നിടത്ത്, എവിടെ തീർന്നെന്ന് പറയുന്നിടത്ത് തമ്പുരാൻ ചിലത് ആരംഭിക്കുകയാ. തമ്പുരാൻ ചിലത് ആരംഭിക്കുകയാ. നീ ആലയത്തിൽ പോയി വീണ് നിന്റെ മനോവ്യസനം പറഞ്ഞ സമയമില്ലേ, ആ സമയത്തില് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഉദരത്തിന്റെ കെട്ടിനെ തമ്പുരാൻ പൊട്ടിച്ച് ആർക്ക്
ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ നിന്റെ ഉദരത്തിനകത്തേക്ക് ഒരു ദൈവശക്തിയെ പറഞ്ഞയച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ നിറയട്ടെ. നാളുകളായി പിശാച് കെട്ടിയിട്ടിടത്ത് ഇന്ന് പകൽ സ്വർഗ്ഗം അതിനെ അഴിക്കുന്നു. നാളുകളായി പിശാച് വഴി അടച്ചെടുത്ത്, നാളുകളായി പിശാച് ബന്ധിച്ചെടുത്ത് യേശുവിന്റെ നാമത്തിൽ ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ചില വഴികൾ തുറക്കണേ. ആലയത്തിൽ പോയി കിടന്ന മുതൽ പോയപ്പോ ഇല്ലാത്തതെന്തോ ഒന്ന് അവളുടെ ശരീരത്തിനകത്ത് സംഭവിക്കാൻ തുടങ്ങി. ആലയത്തിലേക്ക് പോയപ്പോ ഇല്ലാത്തതെന്തോ ഒന്ന് അടുത്ത 1-ാം മാസം മുതൽ 2-ാം മാസം മുതൽ അടുത്ത 9 മാസം കഴിയുന്നിടം വരെ എന്തോ ഒരു മാറ്റം, എന്തോ ഒരു മാറ്റം. ഒരു മാറ്റം എന്താണെന്ന് അറിയാമോ? മനോവ്യസനത്തിന്റെ റിസൾട്ട്, മനോവ്യസനത്തിന്റെ റിസൾട്ട്. എത്ര പേർക്കത് വേണം? ആലയത്തിൽ ചെന്ന നീ ആ സാന്നിധ്യത്തിനകത്ത് കിടന്ന നിന്റെ ശരീരത്തിനകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കും. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വർഷം തോറും ഇവർ യാഗം കഴിക്കാൻ പോകും, വർഷം തോറും ഇവർ ആരാധന കഴിക്കാൻ പോകും, ആരാധന കഴിക്കാൻ കാര്യങ്ങളെല്ലാം ചെല്ലും, മടങ്ങി വരും. പക്ഷെ ഈ പ്രാവശ്യം പോയിട്ട് വരുമ്പോ അവളുടെ ലൈഫിൽ എന്തോ ഒന്ന് പ്രതിയോഗിയോട് അല്ലെങ്കിൽ മറുപടി പറയാൻ തക്കവണ്ണം എന്തോ ഒന്ന് അവളുടെ ശരീരത്തിൽ സംഭവിക്കാൻ തുടങ്ങി. ഈ പകൽ ഞാൻ നിങ്ങളോട് പ്രവചനാത്മാവിൽ കൈമാറുകയാണ്. ഈ 12-ാം മാസം ഈ 7-ാം തീയതി നീ വീട്ടിനകത്തേക്ക് മടങ്ങി ചെല്ലുമ്പോ നിന്റെ പ്രതിയോഗിയോട് സംസാരിക്കാൻ പറ്റിയത് എന്തോ ഒന്ന്, നിന്റെ പ്രതിയോഗിയോട് മറുപടി പറയാൻ പറ്റിയത് എന്തോ ഒന്ന് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അതുവരെ പ്രതിയോഗിയുടെ കുത്തി നോവിക്കല്ലേ നീ മൗനമായിരുന്നു. ഹല്ലേലൂയ. ചില പ്രതിയോഗികളുടെ വാക്കിന് മുന്നിൽ മൗനമായിരിക്കുക. എന്തോ പരിശുദ്ധാത്മാവ് അവരോട് അങ്ങനെ തന്നെ പറയുന്നു. ചില വാക്കുകൾക്ക് മുന്നിൽ മൗനമായിരിക്കുക. ആന്റി, നിനക്ക് മറുപടി പറയാൻ ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് മറുപടി പറയാൻ ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഇപ്പം ഒരു പക്ഷെ കുത്തി നോവിക്കാനേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ നീ മറുപടി പറയുന്ന ഒരു സമയം പ്രവചിക്കുന്നു. ചിലരുടെ വാക്കിന് മുന്നിൽ മൗനമായിരിക്കുക. നിനക്ക് മറുപടി പറയാൻ ഒരു സമയം, കൊമ്പ് ഉയർത്തുന്ന ഒരു സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ചുമ്മാതെ ചെന്ന് മറുപടി പറഞ്ഞാൽ, ഹല്ലേലൂയ, നീ ചുമ്മാതെ അങ്ങ് ചെന്നാൽ, ഹല്ലേലൂയ, പെനീനയ്ക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ഈ ആലയത്തിൽ വന്ന് അടുത്ത ചില മാസങ്ങൾ കഴിയുമ്പോൾ ഹല്ലേലൂയ പെനീനയ്ക്ക് മനസ്സിലാകാൻ തുടങ്ങും, ഇവളിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഇവളിൽ എന്തോ സംഭവിക്കാൻ തുടങ്ങി, ഇവളിൽ എന്തോ വിടുതൽ നടക്കാൻ തുടങ്ങി, ഇവളിൽ എന്തോ ഒന്ന്. ഹല്ലേലൂയ. ഈ പകൽ ഞാൻ പറയട്ടെ, വിശ്വസിച്ചോ, വീടിനകത്ത് എന്തോ ഒന്ന് സംഭവിക്കാൻ തുടങ്ങുകയാ. ശൂന്യതയ്ക്കകത്ത് എന്തോ ഒരു നിറവ് സംഭവിക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ചില മേഖലകളിൽ കുഞ്ഞെ നീ മൗനമായിരിക്കുക, മൗനമായിരുന്ന് പ്രാർത്ഥിക്കുക. നിനക്ക് മറുപടി പറയാൻ ഒരു സമയം. എന്തോ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി അങ്ങനെ തന്നെ പ്രവചിക്കുകയാ. നിനക്ക് മറുപടി പറയാൻ ഒരു സമയം എന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി തരുമെന്ന്. എല്ലാ സ്തോത്രങ്ങളും മറുപടി പറയാൻ ഒരു സമയമുണ്ട്. ആമേൻ. ആലയത്തിൽ വന്നു കരഞ്ഞു. ഹല്ലേലൂയ. പെനീനയ്ക്ക് മക്കളുണ്ട്. പക്ഷെ ആലയത്തിൽ വന്ന്
കരഞ്ഞ് നിലവിളിച്ച മാതാവിന്റെ തലമുറയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇച്ചിലൂടെ ഞാൻ ഇറങ്ങി പറഞ്ഞ പ്രാർത്ഥിച്ചു മേടിക്കുന്ന മറുപടിക്ക് പിടി കിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഞാൻ ആരോടാ ഈ ദൂത് പറയുന്നേ? പ്രാർത്ഥിച്ചു മേടിക്കുന്ന നിന്റെ റിസൾട്ടിന്, പ്രാർത്ഥിച്ചു മേടിച്ച നിന്റെ ജോലിക്ക്, പ്രാർത്ഥിച്ചു മേടിച്ച നിന്റെ വീടിന്, പ്രാർത്ഥിച്ചു മേടിച്ച നിന്റെ തലമുറയുടെ ഭാവിക്ക് ഈ പകലൊരു മറുപടി, ഒരു പ്രത്യേകത, ഒരു പ്രത്യേകത യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നു. പ്രാർത്ഥിച്ചെന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? പ്രാർത്ഥിച്ചു മേടിച്ചവക്കെ ചെന്ന് പറയാൻ പറ്റത്തുള്ളൂ, ഈ ബാലന് വേണ്ടിയാ ഞാൻ കിടന്ന് നിലവിളിച്ചത്, അതുകൊണ്ട് ഇവനെ അങ്ങ് എടുത്തോ. ഹല്ലേലൂയ, ഇവനെ അങ്ങ് എടുത്തോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാല്യത്തിലെ തമ്പുരാന് കൊണ്ടങ്ങ് കൊടുക്കുകയാ. കാരണം എന്താണെന്നറിയാമോ? ഞാൻ പ്രാർത്ഥിച്ചു മേടിച്ചതാ ഇത്, ഞാൻ പ്രാർത്ഥിച്ചു മേടിച്ചതാ. എന്റെ സങ്കടം അറിഞ്ഞെനിക്ക് ദൈവം തന്നതാ. നീ പ്രാർത്ഥിച്ചു മേടിച്ച അഭിഷേകമില്ലേ? നീ പ്രാർത്ഥിച്ചു മേടിച്ച ദൈവകൃപയില്ലേ? പ്രയോജനപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? എവിടെങ്കിലും പൊടി പിടിച്ച് കിടക്കുകയാണോ? ഹല്ലേലൂയ. ആലയത്തിലേക്ക് കൊണ്ടു കൊടുക്ക്. അവിടെ നമ്മൾ വായിക്കുന്നത്, ആലയത്തിലേക്ക് കൊണ്ട് ആദ്യ ജാതനെ ഒന്നും നോക്കാതെ കൊണ്ടു കൊടുത്തു. എത്ര വർഷം കാത്തിരുന്ന് കിട്ടിയതാണ്. കൊഞ്ചിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടാണോ? ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? പക്ഷെ തമ്പുരാന എന്റെ സങ്കടം അറിഞ്ഞ് തന്നത്. ഹല്ലേലൂയ. ഞാൻ അതിനെ അങ്ങ് കൊടുക്കുകയാ. എന്നിട്ട് വന്ന് പറയുന്നതാണ് 2-ാം അധ്യായം, എന്റെ കൊമ്പ് ബഹുമാനത്തോടെ. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ശീലോവിലേക്ക് ഞാൻ കയറി വരുമ്പോ എനിക്കൊരു നിരാശയുണ്ടായിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ശീലോവിലേക്ക് ഞാൻ പോകുമ്പോ എനിക്കൊരു വേദനയുണ്ടായിരുന്നു. ഇന്നെന്റെ വേദനയ്ക്ക് എന്റെ തമ്പുരാൻ റിസൾട്ട് തന്നു. ഇന്നെന്റെ വേദനയ്ക്ക് എന്റെ തമ്പുരാൻ മറുപടി തന്നു. അതുകൊണ്ട് എന്റെ കൊമ്പ് ബഹുമാനത്തോടെ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറഞ്ഞ, അന്ന് വരെ ആ ആലയത്തില് ഒരുപക്ഷെ അങ്ങനെ ഒരു പൈതലിനെ കിട്ടിയിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. എല്ലാവരും വന്ന് ചോദിക്കും, ഇതേതായി പൈതല്, ഇതേതായി കുഞ്ഞ്. ഹല്ലേലൂയ. പുരോഹിതൻ പറയും, കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ വന്ന ഒരു സഹോദരി നിലവിളിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു സഹോദരി നിലവിളിച്ചു. അവള് ദൈവം കൊടുത്ത മറുപടിയായി നിൽക്കുന്നത്. ഹല്ലേലൂയ. പെനീനയുടെ തലമുറകൾക്കില്ലാത്തെന്തോ ഒരു പ്രത്യേകത, പെനീനയുടെ തലമുറകളുടെ മേൽ ഇല്ലാത്തെന്തോ ഒരു അഭിഷേകം, പെനീനയുടെ തലമുറകളുടെ മേൽ ഇല്ലാത്തൊരു വാഗ്ദത്തം ഇന്ന് തമ്പുരാൻ നിന്റെ തലമുറകളിൽ ഇടുകയാണ്. നിന്റെ കൂടെയുള്ള ആരുടെ തലമുറകൾക്കില്ലാത്തത്, നിന്റെ കൂടെയുള്ള ആരുടെ കുഞ്ഞുങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിന്റെ മേൽ. പെനീനയ്ക്കല്ലേ ആദ്യ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത്. എന്നിട്ട് എന്താ ആലയത്തിലെ ശുശ്രൂഷകൾക്ക് പ്രയോജനപ്പെടാഞ്ഞത്? ഹല്ലേലൂയ. കുറച്ച് വെയിറ്റ് ചെയ്ത് വന്നതാണെങ്കിലും അതിനെ ആ തമ്പുരാൻ ആവശ്യമുള്ളത്. ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്ക്, അതിനകത്ത് എന്തോ ദൈവിക പദ്ധതി വെളിപ്പെടാനുണ്ട്. അതിനകത്ത് എന്തോ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാനുണ്ട്. നിന്റെ വാഗ്ദത്തം വെയിറ്റ് ചെയ്യുമ്പോ, നിന്റെ വാഗ്ദത്തം താമസിക്കുമ്പോ, നീ ഇനി പ്രസവിക്കത്തില്ല നല്ല കന്നെ, നിന്റെ ഉദരം തുറക്കത്തില്ല നല്ല കന്നെ. ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട ഒരു പ്രവാചകനെ നിന്റെ ഉദരത്തിനകത്ത് നിന്ന് എന്റെ ദൈവം കണ്ടിരിക്കുന്നു. ഇന്ന് പകൽ ചില തലമുറകളുടെ മേലൊക്കെ നിയോഗം വീഴുകയാ. ചില മാതാക്കളുടെ തലമുറകളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ
ആ നിയോഗം ഇന്ന് വീഴുന്നു. യേശുവിന്റെ നാമത്തിൽ ആ നിയോഗം. രാത്രിയുടെ യാമങ്ങൾ നീ എഴുന്നേറ്റിരുന്ന് കരയുകയാണോ തലമുറകൾക്ക് വേണ്ടി? റിസൾട്ട് ഉണ്ട് കേട്ടോ. ആമേൻ. റിസൾട്ട് ഉണ്ട്. ഹല്ലേലൂയ. റിസൾട്ട് ഉണ്ട്. രാത്രികളെ പകലാക്കി കരയുമ്പോ ഒരുപക്ഷെ മാസങ്ങളും ഡേറ്റുകളും ഒക്കെ കഴിഞ്ഞു പോകുമ്പോ ഹല്ലേലൂയ നടക്കത്തില്ലെന്ന് ചിന്തിക്കണ്ട. സകലത്തിനും മറുപടി തരാൻ അവിടെ ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഈ പൈതലിന് മേൽ കർത്താവ് കൊടുക്കുക. പുരോഹിതന്റെ തലമുറകൾക്കില്ല. ആലയത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ അവര്, പക്ഷെ അവർക്ക് ആർക്കും കേൾക്കാൻ പറ്റാത്ത ദൈവ ശബ്ദം കേൾക്കുവാൻ, അവർക്കാർക്കും ഹല്ലേലൂയ തിരിച്ചറിയാൻ പറ്റാത്തൊരു ദൈവ ശബ്ദം കേൾക്കുവാൻ കർത്താവ് ഹല്ലേലൂയ പ്രാർത്ഥിച്ചു മേടിച്ച നന്മയെ ഒരുക്കിയെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ പിശാച് നിന്റെ കൊമ്പിനെ ഉയർത്തത്തില്ലെന്ന് വിധി എഴുതുന്ന മേഖലക്കകത്ത് ഇന്ന് ഹല്ലേലൂയ പകൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ മുറിക്കകത്ത് കയറിയിട്ട് പറയണമേ, ഹല്ലേലൂയ എന്റെ കൊമ്പിനെ എന്റെ ദൈവം ഉയർത്തുമെന്ന്. ഹല്ലേലൂയ. അന്നേ ദൈവം മാനിച്ചില്ലേ? അവളുടെ ഉദരത്തെ ദൈവം തുറന്നില്ലേ? അവളുടെ വാഗ്ദത്തത്തെ കർത്താവ് പുറത്തു കൊണ്ടുവന്നില്ലേ? ഹല്ലേലൂയ. എന്റെ കൊമ്പിനെ ദൈവം ഉയർത്തും. സാഹചര്യങ്ങളെ നോക്കണ്ട, സാധ്യതകളെ നോക്കണ്ട. ഹല്ലേലൂയ. കൊമ്പിനെ കർത്താവ് ഉയർത്തും. പെട്ടെന്ന് എന്റെ അകത്തേക്ക് വന്നൊരു വേദഭാഗം ഞാൻ നിങ്ങളോടൊന്ന് വായിക്കാമേ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം ആരാ വായിച്ചു? ആമേൻ. ഹല്ലേലൂയ. ഈ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മിരിയാം തപ്പെടുത്ത് പാട്ടുപാടുകയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പിന്തുടർന്ന് പിടിക്കാൻ നോക്കിയ, തകർക്കാൻ നോക്കിയ, ഹല്ലേലൂയ നിന്നെ തീർത്ത് കളയാൻ നോക്കിയ ആ ശത്രുവിന്റെ മുന്നിൽ നിന്ന് ജയിച്ച് വന്നിട്ട് തന്റെ കൊമ്പ് ഉയർത്തി നിന്ന് ബഹുമാനത്തോടെ നിന്നിട്ട് താൻ പാട്ടുപാടുകയാണ്. ഹല്ലേലൂയ. കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു എന്ന് വെച്ച മനസ്സിലായ എന്താ പിടികിട്ടിയത്? അല്ല, നിന്നെ പിന്തുടരും, നിന്നെ പിടിക്കും, നിന്നെ കൊള്ളയിടുമെന്നൊക്കെ പറഞ്ഞ് അല്ല ഏറിയ വർഷങ്ങൾ കൊണ്ട് നിന്നെ കഷ്ടപ്പെടുത്തിയ ശത്രുവിന്റെ സൈന്യത്തെ ജയിച്ചു ചെങ്കടലിനക്കരെ കയറിയപ്പോ, ഹല്ലേലൂയ, ജയിച്ചു ചെങ്കടലിനക്കരെ കയറിയപ്പോ ഹല്ലേലൂയ ഇവർക്ക് പാടാൻ ഒരു പാട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? കഴിഞ്ഞ നാളുകളിൽ ഇരുന്ന അവസ്ഥക്കകത്ത് നിന്ന്, കഴിഞ്ഞ നാളുകളിൽ ഇവരിരുന്ന അവസ്ഥ എന്തായിരുന്നു? ഹല്ലേലൂയ. വളരെ പ്രതികൂലം. ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുകയാണ്. അവിടുന്ന് പുറത്തു വരാൻ കഴിയാതെ ഹല്ലേലൂയ ഭയങ്കര പ്രതികൂലമായ സാഹചര്യത്തിനകത്ത് കിടക്കുകയാണ്. ഹല്ലേലൂയ മുന്നോട്ട് പോകണമെന്ന് എങ്ങനെയെന്ന് അറിയത്തില്ല. അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ പുറകെ ശത്രുവിന്റെ സൈന്യം വരികയാ. ഹല്ലേലൂയ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നീ മുന്നോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോ, നീ മുന്നോട്ട് കാലെടുത്ത് വെക്കുമ്പോ നിന്നെ പിന്തുടരും, നിന്നെ പിടിക്കും. നിന്റെ വാഗ്ദത്തം കാണുന്നതിന് മുന്നേ ഹല്ലേലൂയ നിന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് നിന്റെ പുറകെ വരുന്ന ശത്രുവിന്റെ സൈന്യത്തെ ഈ പകൽ എന്റെ ദൈവം ചെങ്കടലിനകത്ത് തള്ളിയിടുകയാ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എല്ലാവരും ഓടി വരും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ചെങ്കടലിലോട്ട് വരുന്നു ഇവരെ പിടിക്കുവാൻ. ഹല്ലേലൂയ. പുറകെ വരുന്ന ശത്രുവിന്റെ സൈന്യവും. യഹോവ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെങ്കടലിനെ ഹല്ലേലൂയ ഒരു നാഷണൽ ഹൈവേ ആക്കി ഓപ്പൺ ആക്കി കൊടുത്തു. ആമേൻ. തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. ഇത് കണ്ടിട്ട്
പുറകെ വരുന്ന സൈന്യം വിചാരിച്ച നടക്കുവോ? ആമേൻ. ഈ വഴി നിനക്ക് വേണ്ടി മാത്രം തുറന്നതാ. ഈ നാഷണൽ ഹൈവേ നിനക്ക് വേണ്ടി മാത്രം ഓപ്പൺ ആക്കിയതാ. ഇതിനകത്ത് നിന്നെ പിടിക്കാമെന്ന് പറഞ്ഞു വരുന്ന ശത്രു ഹല്ലേലൂയ മുങ്ങിപ്പോകത്തേ ഉള്ളെന്ന്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന്റെ ചിന്ത ഹല്ലേലൂയ, ഇതിനകത്ത് വെച്ച് ഞാൻ ഇവനെ പിടിക്കും, ഇതിനകത്ത് വെച്ച് ഞാൻ ഇവനെ തകർക്കും. ആ ദൈവത്തെ ആരാധിക്കുക, ഈ ജനത്തെ ഞാൻ വിട്ടയക്കത്തില്ല. നന്മ പ്രാപിക്കുക, ഇവരെ ഞാൻ വിട്ടയക്കത്തില്ല. നിനക്ക് വേണ്ടി ഒരു വഴി തുറന്ന അത് നിനക്ക് വേണ്ടി മാത്രമുള്ളത്. ആമേൻ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ടെങ്കിൽ, ചെങ്കടൽ എനിക്ക് വേണ്ടി തുറന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി മാത്രമുള്ളതാ. ഞാൻ നടക്കാൻ വേണ്ടി മാത്രമുള്ളതാ. ഞാൻ നടന്നു പോയി കഴിയുമ്പോ ചിറ പോലെ നിന്നത് എനിക്ക് വേണ്ടി ദൈവം ചിറ പോലെ നിർത്തൂ. എനിക്ക് വേണ്ടി രണ്ട് സൈഡിലും ദൈവം വിഭാഗിക്കും. പക്ഷെ പുറകെ വരുന്ന ശത്രുവിന്റെ സൈന്യം, ഓ റബലബരബ, പുറകെ വരുന്ന ശത്രുവിന്റെ സൈന്യം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ തോറ്റുപോകട്ടെ. ഹല്ലേലൂയ. നിന്നെ മാറ്റത്തെ കാണിക്കത്തില്ലെന്നാ പറയുന്നേ. ഇതിനാ നിന്റെ പുറകെ വരുന്നേ, ഇതിനാ നിന്റെ പുറകെ നടക്കുന്നേ. കാരണം നിന്നെ ഞാൻ വിടത്തില്ല. ഹല്ലേലൂയ. വർഷങ്ങളായി ഞാൻ നിന്നെ പിടിച്ചു വെച്ചു. ഹല്ലേലൂയ. ഒരു തരത്തിൽ അവിടെ നിന്ന് മോശം മുഖാന്തരം പുറപ്പെട്ടു വന്നു. എന്നിട്ടും പുറകെ അങ്ങ് വരികയാണ്. ഹല്ലേലൂയ. വിടത്തില്ല വിടത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനപ്പുറത്ത് കടക്കും. അല്ലെ, ഏത് ശത്രു കൊട്ടി അടയ്ക്കാൻ നോക്കിയാലോ, ഏത് ശത്രു അതിനെ ബന്ധിക്കാൻ നോക്കിയാലോ, എനിക്ക് വേണ്ടി തുറന്ന വഴിക്കകത്ത് എന്റെ പേരിലുള്ള വേറെ ആരും കടക്കത്തില്ല, ഞാനേ കടക്കത്തുള്ളെന്ന് ഉറപ്പുള്ള ദൈവജനം പ്രതികരിച്ചു തുടങ്ങിക്കോ. ഉറപ്പുള്ള ദൈവജനം പ്രതികരിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഈ ഘട്ടം കഴിഞ്ഞിട്ട് അക്കരെ കേറിയിട്ട് മിരിയാം പാടുകയാണ്, കുതിരയെയും ഹല്ലേലൂയ അതിൽമേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബഹുമാനത്തോടെ കൊമ്പ് ഉയർത്തി നിർത്തിയുള്ള ഒരു പാട്ട് ഈ 12-ാം മാസം ഞാൻ പറയട്ടെ. അടുത്ത ആണ്ടിലേക്ക് നീ കാല് കുത്തുന്നതിന് മുന്നേ നിന്റെ കൊമ്പിനെ ബഹുമാനത്തോടെ ഉയർത്തി, നിന്റെ തലയെ ബഹുമാനത്തോടെ ഉയർത്തി. എനിക്കൊരു പാട്ട് പാടാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവര്, എനിക്കൊരു പാട്ട് പാടാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ, എനിക്കൊരു പാട്ട് പാടാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു പാട്ട് പാടാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ കരമടിച്ച് കരമടിച്ച് കരമടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവരോട് പ്രവചിച്ചു പറയുന്നു അടുത്തൊരു പ്രവചന ശബ്ദം. ഹല്ലേലൂയ. നിന്റെ വീടിന്റെ മുകളിലെ കൊമ്പുകളെ വെട്ടിക്കളഞ്ഞതിന്റെ മുന്നില് ഹല്ലേലൂയ നിന്റെ കൊമ്പിനെ ഹല്ലേലൂയ ദൈവം ഉയർത്താൻ തുടങ്ങുകയാ. നാട്ടുകാരും വീട്ടുകാരും ചാർച്ചക്കാരും പലരും ചേർന്ന് പലപ്പോഴായി നിന്നെ ഒടിച്ചു കളഞ്ഞു, നിന്നെ വെട്ടിക്കളഞ്ഞു. സ്വർഗം പറയുന്നേ നിന്റെ കൊമ്പിന് ഉയർന്നിരിക്കാൻ തുടങ്ങുകയാ. കാട്ടുപോത്തിന്റെ കൊമ്പ് എങ്ങനെ ഉയർന്നിരിക്കുന്നത്, കാട്ടുപോത്തിന്റെ കൊമ്പ് എങ്ങനെ ഉയർന്നിരിക്കുന്നത്, അതുപോലെ അതുപോലെ ഞാൻ നിന്റെ കൊമ്പിനെ, അതുപോലെ ഞാൻ നിന്റെ കൊമ്പിനെ ഹന്നയുടെ കൊമ്പിനെ കർത്താവ് ഉയർത്തി. യഹോവ ഉയർത്തി നിർത്തി. മച്ചിയായിരുന്നവളെ അവളുടെ ഉദരത്തിനകത്തു നിന്ന്
ഒരു പ്രവാചകൻ പുറത്തു വരികയാ. ഓ ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ? മച്ചിയായിരുന്നവരുടെ അകത്ത് നിന്ന് ഒരു പ്രവാചകനെ കർത്താവ് പുറത്തു കൊണ്ടുവരികയാ. എന്തോ പരിശുദ്ധാത്മാ പറയുന്നു, അടയപ്പെട്ടതിനകത്തു നിന്ന് എന്തോ വ്യത്യസ്തമായത് പുറത്തു വരാൻ തുടങ്ങുകയാ. അടയപ്പെട്ടതിനകത്തു നിന്ന് എന്തോ ഡിഫറന്റ് ആയത് പുറത്തു വരികയാ. അടയപ്പെട്ടതിനകത്തു നിന്ന് എന്തോ വാഗ്ദത്തമുള്ളത് പുറത്തു വരികയാ. യേശുവിന്റെ നാമത്തിൽ ചില തലമുറകൾക്ക് വേണ്ടി രാജ്യത്തിന്റെ വാതിലുകൾ പിശാച് കൊട്ടി അടച്ചത് യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വീകരിച്ചോ. ഹല്ലേലൂയ. അനി പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു. സാധ്യതയില്ല, സാഹചര്യമില്ല. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. മോനുമായി ബന്ധപ്പെട്ട് എനിക്കറിയത്തില്ല, അവന്റെ വിദ്യാഭ്യാസം അവരെന്ത് ചെയ്ത് എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്ന ജർമ്മനിയുടെ വാതിലുകൾ അവന് വേണ്ടി തുറക്കുമെന്ന്. ഈ ദൂതിനെ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോടെ. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു, ജർമ്മനിയുടെ വാതിലുകൾ, നിന്റെ സാധ്യതയോ നിന്റെ സാഹചര്യമോ നിന്റെ സാമ്പത്തികമോ അതിനൊരു പ്രശ്നമല്ല. ഉയരത്തിലെ തമ്പുരാന്റെ ഗ്രേസ് യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുന്നു. സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. എന്തോ നിന്റെ സാഹചര്യത്തിനപ്പുറമായതെന്തോ, സാഹചര്യത്തിനപ്പുറമായതെന്തോ. ഓ ഹല്ലേലൂയ. യേശു വലിയവൻ, യേശു വലിയവൻ, യേശു വലിയവൻ. ഹല്ലേലൂയ. സാഹചര്യത്തിനപ്പുറമായത്. ഹല്ലേലൂയ. പെനീനെ ഇത്ര നാള് കുത്തി നോക്കിച്ചത് മച്ചിയ. നീ പ്രസവിക്കത്തില്ല ഹല്ലേ. ഹല്ലേലൂയ. നീ പ്രസവിക്കത്തില്ല ഹല്ലേ. പക്ഷേ അവളുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന കുഞ്ഞുങ്ങൾക്കില്ലാത്ത എന്തോ ഒരു വിശേഷത, അവൾ പ്രസവിച്ച കുഞ്ഞുങ്ങൾക്കില്ലാത്ത എന്തോ ഒരു പ്രത്യേകത, അവൾ പ്രസവിച്ച കുഞ്ഞുങ്ങൾക്കില്ലാത്ത എന്തോ ഒരു വാഗ്ദത്തം. അടയപ്പെട്ടവടെ ഉദരത്തിനകത്ത് നിന്ന് പുറത്തു വന്നെങ്കിൽ സ്വർഗം പ്രവചിക്കുന്നേ, നിന്റെ വാഗ്ദത്തത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആർക്കുമില്ലാത്തത് എന്തോന്ന്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി തമ്പുരാൻ തുറക്കുകയാ. ആർക്കും വെളിപ്പെടാത്തത് എന്തോ ഒന്ന് ദൈവം നിനക്ക് വേണ്ടി തുറക്കുകയാ കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽ സ്വർഗ്ഗം എന്നോട് പ്രവചിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധന്റെ അകത്ത് തരുന്നത് വീടിനകത്ത് മടങ്ങി ചെല്ലുന്നതിന് മുന്നേ നിന്റെ നാവ് കൊണ്ട് പറയത്തക്ക നിലയില് ഹല്ലേലൂയ എനിക്ക് വേണ്ടി എന്തോ ഒരു വലിയ പ്രവൃത്തി നടക്കുന്നെന്ന്. ഞാൻ ഇവിടെ ഇരുന്ന് പ്രവചിക്കുമ്പോ, നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ, ഇവിടെ ഇരുന്ന് കരമടിക്കുമ്പോ രാജ്യങ്ങൾക്കപ്പുറത്ത് എന്താ ഭയങ്കര വിടുതലുകൾ. എല്ലാവരും അതിനെ തുറന്നു പാടിയാൽ
നടക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നോക്കിയിട്ട് പറയണം, എന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. പറയണം ആന്റി, എന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. എന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. പരിശുദ്ധാത്മാവോട് പ്രവചിക്കുന്നേ, ഹല്ലേലൂയ. 30 ദിവസം കഴിയുമ്പോ ഇത് പറയത്തക്ക നിലയില് തലമുറയുടെ വാതിലുകളെ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തലമുറയുടെ വാതിലുകൾ തുറക്കുന്നു. സകലരും പറയും നടക്കത്തില്ലെന്ന്. വന്നതെല്ലാം മുടങ്ങിപ്പോയെന്ന് പറയട്ടെ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവൻ അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. വന്നത് മുഴുവൻ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയി. വന്നതൊന്നും നടക്കത്തില്ല. എന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, ഇന്നലെ രാത്രി നീ പറഞ്ഞു, കർത്താവേ ഈ വർഷം തീരാറായല്ലോ. അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ഇന്നലെ കൂടെ പറഞ്ഞു, ഈ വർഷം തീരാറായല്ലോ. സ്വർഗം പറയുന്നു, തീർന്നില്ലല്ലോ, ഈ വർഷം കഴിഞ്ഞില്ലല്ലോ. ആത്മാവരോട് പറയുന്നു, നീ വീടിനകത്ത് മടങ്ങി ചെല്ലുന്നതിന് മുന്നേ ഒരത്ഭുതം. എനിക്കറിയത്തില്ല, കണ്ണിനൊഴുകുന്ന കണ്ണുനീര് ഒരു ഭയങ്കര മനോവ്യസനമായി, ഭയങ്കര ഒരു മനോവ്യസനം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഈ കണ്ണുനീരിനൊരു റിസൾട്ട്, ഈ സങ്കടത്തിനൊരു റിസൾട്ട്, ഈ സങ്കടത്തിനൊരു റിസൾട്ട്, ഈ സങ്കടത്തിനൊരു റിസൾട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വർഗം തുറക്കുകയാകട്ടോ. ഇന്ന് സ്വർഗം തുറക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. എന്തോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് സംഭവിക്കുന്നു. എന്തോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ നിന്ന് സംഭവിക്കുന്നു. നിന്റെ മേൽ ഭയങ്കര ഒരു നിയോഗത്തെ ഞാൻ കാണുന്നു. ഭയങ്കര ഒരു നിയോഗം. പരിശുദ്ധന്മാരെ പ്രവചിക്കുന്ന പോലെ നീ ഒറ്റപ്പെട്ടു പോയ ചില
ചെയ്യുന്ന ശരീരത്തിലേക്ക് ആ അഭിഷേകത്തെ കർത്താവ് തുറക്കുകയാ. നിന്റെ നാവിനകത്ത് ഭയങ്കര ഒരു സാന്നിധ്യം തുറക്കുന്ന ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആളു മാറിയവളെ പോലെ നീ തിരിച്ചു ചെല്ലുന്നത് ഇന്നലെ വരെ നിന്റെ കൂട്ടുകാർക്ക് കാണാൻ പറ്റാത്ത എന്തോ ഒരു പ്രത്യേകത, നിന്റെ കൂട്ടുകാർക്ക് മനസ്സിലാകാത്ത എന്തോ ഒരു പ്രത്യേകത നിനക്ക് വേണ്ടി സ്വർഗം ഇന്ന് തുറക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെനീനയ്ക്ക് മനസ്സിലാകാത്തത് എന്തോ, കുത്തി നോവിക്കുന്ന പെനീനയ്ക്ക് മനസ്സിലാകാത്ത എന്തോ റിസൾട്ട് ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് കർത്താവ് അയക്കുകയാ. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് കർത്താവ് തരികയാ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെ നിങ്ങൾ നോക്കണ്ട, ആരാധിക്കുന്നത് നിങ്ങൾ നോക്കണ്ട. ആലയത്തിനകത്ത് വന്ന ഞാന് എന്റെ വിഷയത്തിന്റെ മറുപടി കൊണ്ടേ പോകത്തുള്ളൂ. ആലയത്തിനകത്ത് വന്ന ഞാൻ എനിക്കുള്ള റിസൾട്ടും കൊണ്ടേ പോകത്തുള്ളൂ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കർത്താവ് എന്തൊക്കെയോ ഒന്ന് ചെയ്യാൻ തുടങ്ങുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്തൊക്കെയോ ഒന്ന് ചെയ്യാൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ വീടുകൾക്കകത്ത്, നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടേണ്ട നന്മയെ തടഞ്ഞു വെച്ചിരിക്കുന്ന കെട്ടുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരസാധാരണ പകർച്ചയായി, ഒരസാധാരണ സാന്നിധ്യമായി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരസാധാരണ സാന്നിധ്യം ഇപ്പോൾ നിറയട്ടെ. ആലയത്തിൽ വന്ന ഹന്നയുടെ മുഖം പിന്നെ വാടിയില്ലെന്ന്, ഹന്നയുടെ മുഖം പിന്നെ വാടിയില്ലെന്ന്. എനിക്കറിയത്തില്ല മാതാവേ, പരിശുദ്ധാത്മാവ് പറയുന്നു ഇനി മുതൽ നിന്റെ മുഖം വാടത്തില്ലെന്ന്. ഇനി മുതൽ നിന്റെ മുഖം വാടത്തില്ല. നിനക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യാൻ, നിനക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങുന്നു. ഒരസാധാരണ ശക്തി, ഒരസാധാരണ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ഒരു ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ റിലീസ് ആകട്ടെ. ശരീരത്തിൽ വഹിക്കാൻ കഴിയാത്ത ഒരസാധാരണ സാന്നിധ്യം. ഒരു ഭയങ്കര സാന്നിധ്യം തുറക്കുന്നല്ലോ. സാധാരണ ശക്തി യേശുവിന്റെ
താളത്തിൻ